ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടോ കാണിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഇതേ ഷിഫ്റ്റിന് പൊക്കോണ്ടിരിക്കുകയോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 7:30 ആട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് 7:30 to 3:30 വരെയാണ്, ഫ്രൈഡേ 3 വരെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്കൊരു 25-30 മിനിറ്റ്സ് യാത്രയുണ്ട് രാവിലെ. പുറത്താങ്കിൽ നല്ല ക്ലൈമറ്റ് ആട്ടോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും രാവിലെ നല്ല ഹാപ്പിയാണ്. ഇനി പെട്ടെന്ന് ഓഫീസിൽ ചെല്ലുക, വർക്കൊക്കെ തീരുക. ഇനി വൈകിട്ട് നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇന്ന് നടത്തണം. അപ്പോൾ ഇന്നൊരു തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഷിഫ്റ്റ് ഇപ്പം ഒരു 3:30 ആയിട്ടുണ്ട്, 3:25 ആയിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ്. അപ്പം മിസ്റ്റർ ഹസ്ബൻഡ് എന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് ഇന്ന് കുറേ പ്ലാൻസ് ഉണ്ട്. 2 സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു ബുഫേ കഴിക്കാൻ പോകുന്നു. അങ്ങനെ കുറേ പ്ലാൻസ് ഉണ്ട്. അപ്പം മിസ്റ്റർ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം. നല്ല സണ്ണുണ്ട് വെളിയിൽ, അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. ഇതേ നല്ല സണ്ണുണ്ട് വെളിയിൽ. ഇവിടെ നമുക്ക് മരങ്ങളൊക്കെ പൂത്ത് തുടങ്ങി. സ്പ്രിങ്ങിൻ്റെ പൂത്തും ചിലതൊക്കെ കരിഞ്ഞും ഒക്കെ തുടങ്ങി. സ്പ്രിങ്ങൊക്കെ അങ്ങോട്ട് മാറി ഓൾമോസ്റ്റ് സമ്മർ ആകാറായി. നല്ല വെയിലുണ്ട്. എനിക്കാണെങ്കിൽ നാളെ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം ഓൾമോസ്റ്റ് ഒരു തേഴ്സ്ഡേ ആയതേ ഉള്ളെങ്കിൽ ഒരു വീക്കെൻഡ് ഫീലിംഗ് ആയി. അപ്പം നാളെ അച്ഛനും ഓഫാണ്. അപ്പം രസമായിരിക്കും. ദേ വരുന്നത് കണ്ടോ, നോക്കിക്കേ, എന്നെ പിക്ക് ചെയ്യാൻ വന്നു. ആളെത്തിയിട്ടുണ്ട്. ഓപ്പൺ പ്ലീസ്. ഇത് കണ്ടോ ഗൈസ്, എനിക്ക് വീട്ടിലും സമാധാനമില്ല, കാറിലും സമാധാനമില്ല, ഒരിടത്ത് സമാധാനമില്ല. എവിടെ നോക്കിയാലും ഇത് തന്നെ. എന്താണ് ഇതിനെപ്പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? ആണല്ലേ? അപ്പൊ ഞാൻ ഈ ഇതിലേത് വകുപ്പിൽപ്പെടും? അപ്പൊ നമ്മളെവിടാ ഇന്ന് 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 എന്നെ കൊണ്ട് ഇന്ന് മോൻ എത്ര സിനിമയെ ബുക്ക് ചെയ്തേക്കുന്നേ? 2 സിനിമ. ഏതൊക്കെ? ഒന്ന് അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി, ഒന്ന് ആലപ്പുഴ ജിംഖാന. എന്തിനു വേണ്ടി 2 സിനിമ ബുക്ക് ചെയ്തു ഒരു ദിവസം? നൈറ്റ് ഫുഡ് കഴിക്കാൻ പോയിടയ്ക്ക് ചെറിയൊരു ഷോർട്ട് ബ്രേക്കിൽ അവിടുന്ന് ഒരു ബുഫേ കഴിക്കാം. ആണല്ലേ? നേരെ നോക്കി വണ്ടി ഓടിക്കും മനുഷ്യ. അപ്പോ അച്ഛന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് വീട്ടിൽ പോകാനായിട്ട് അച്ഛന് സമയം കിട്ടാത്തതുകൊണ്ട് ഒരു പിസ്സ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലവ്ലി ഹസ്ബൻഡ് കുറച്ച് എനിക്കും വെച്ചിട്ടുണ്ട്. ഇതെന്ത് പിസ്സയാണ്? അൾട്ടിമേറ്റ് അമേരിക്കാനോ. സോസ് എനിക്ക് വെച്ചിട്ടില്ല, കളഞ്ഞതാണെന്നാണ് തോന്നുന്നത്. ഇച്ചിരി ഉള്ളായിരുന്നു, സോസ് എനിക്ക് വെച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇത് കഴിക്കാം. ഓക്കെ, ഇത് കഴിച്ചിട്ട് നമുക്ക് അടുത്ത സിനിമ കാണാം. ഫസ്റ്റ് സിനിമ കാണാൻ പോകാം. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കഴിക്കാം, പിന്നെ സിനിമ കാണാം. എന്തൊരു ലൈഫ് അല്ലേ? സിനിമയുടെ ഇടയ്ക്ക് കഴിക്കണ്ട, വേണ്ട, അത് കട്ടുന്നു. അപ്പൊ നമ്മള് ഫസ്റ്റ് പോകുന്നത് അജിത്തിന്റെ പുതിയ മൂവി ഗുഡ് ബാഡ് അഗ്ലി കാണാനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബുഫേ ഒക്കെ കഴിച്ചിട്ട് പിന്നെ രണ്ടാമതാണ് അടുത്ത ഫിലിം ആലപ്പുഴ ജിംഖാന. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണാനിരിക്കുന്ന ഒരു ഫിലിം ആലപ്പുഴ ജിംഖാന. പക്ഷെ ഗുഡ് ബാഡ് അഗ്ലിയെ പറ്റി എനിക്ക് വലിയ അഭിപ്രായമില്ല. അത് മിസ്റ്റർ ഹസ്ബൻഡിന്റെ സെലക്ഷൻ ആണ്. അജിത്തിന്റെ ലാസ്റ്റ് കുറെ പടങ്ങൾ പോരാ, എങ്കിലും ഇത് മാർക്ക് ആന്റണി ഡയറക്ട് ചെയ്ത പുള്ളിയുടെ പടമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്ക് വെക്കാം. കൊള്ളായിരിക്കും, നോക്കാം. ഒരു മാസ് മസാല. അപ്പൊ കാറിലാണ്, അതുകൊണ്ട് നല്ല കുലുക്കമുണ്ട്. അപ്പൊ നമ്മളിത് സിനി വേൾഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഷോ ഓൾമോസ്റ്റ് തുടങ്ങാറായി, സമയമായി. ഇനി നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് ഓടി സിനി വേൾഡിലോട്ട് കയറാം. ഇവിടെ ഫൗണ്ടെയിൻ പാർക്ക്. നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പോവാം.
നമുക്ക് സ്പേസ് ഉണ്ടോ നോക്കാം. നോർമലി ഇവിടെ സ്പേസ് കാണേണ്ടതാണ്, അങ്ങനെ സ്പേസ് ഇല്ലാതെ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇന്ന് സ്പേസ് ഇല്ലേ? ഇന്ന് പക്ഷെ സ്പേസ് ഇല്ല. നോർമലി അയ്യോ ഇല്ല കാണോ? ആ നമുക്കൊരു സ്പേസ് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്, കിട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്കൊരു സ്പേസ് കിട്ടി ഇവിടെ. അപ്പം അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫിലിം കാണാനായിട്ട് പോകാം. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ പടം കാണാൻ വരുന്ന സിനി വേൾഡിലാട്ടോ. ചിലപ്പോൾ ഞങ്ങൾ വ്യൂവിലും പോകും, പക്ഷേ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന വ്യൂവിലാണ്. നല്ല സീറ്റിംഗ് ഒക്കെയാണ്, നമുക്ക് വിശാലമായിട്ട് കാലൊക്കെ നിവർത്തി വെച്ചിരിക്കാം. ഞങ്ങൾ ഓൾമോസ്റ്റ് കറക്റ്റ് സമയത്താട്ടോ തിയേറ്ററിലെത്തിയേ. നമ്മൾ സിനിമ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാട്ടോ. ഫിലിമിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേണ്ടാഞ്ഞിട്ട് പോലും ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു കേട്ടോ, സമയം പോകാൻ. പിന്നെ ഞങ്ങൾ പോയത് മിസ്റ്റർ ബെസ്റയിലാണേ ബുഫേ കഴിക്കാനായിട്ട്. ഇവിടുത്തെ എല്ലാ ഐറ്റംസും അടിപൊളിയാട്ടോ, നല്ല വേർത്തുവാ. അപ്പം ഞങ്ങൾ ഇവിടെ സ്ഥിരം വരാറുണ്ട്. അപ്പം ഞാൻ ആദ്യം കുറച്ച് സ്റ്റാർട്ടേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ചിക്കൻ സൂപ്പ് എടുത്തിട്ടുണ്ട്, ഹോട്ട് സൂപ്പാണ് അതെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടേഴ്സിനകത്ത് ഞാൻ എടുത്തത് പോർക്ക് റിബ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ നാൻ എടുത്തിട്ടുണ്ട്, ചിക്കൻ ടിക്ക എടുത്തിട്ടുണ്ട്, ഡ്രാഗൺ ചിക്കൻ എടുത്തിട്ടുണ്ട്. മറ്റേ നോർമലി അല്ലാതെ ഇഷ്ടം പോലെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ലാസ്റ്റ് കാണിക്കാമേ. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ബസ്റായിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാർട്ടേഴ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത് ചിക്കൻ ടിക്ക. അടിപൊളി ടേസ്റ്റ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പൊന്നെ, ഇത്രയും വൃത്തികെട്ട ഒരു സിനിമ, ഇത്ര അലമ്പ് പിടിച്ചൊരു സിനിമ ഞാൻ ലൈഫിൽ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ്റെ ഒരൊറ്റ ഒരാളുടെ നിർബന്ധം കാരണം അത് ബുക്ക് ചെയ്ത്. ഇത് പറ, റിവ്യൂ പറ, ഞാൻ എടുക്കാം. പറ, എങ്ങനെ ഉണ്ടായിരുന്നു പടം? എന്തൊക്കെയാ കാണിക്കുക? ഏത് പടമാണ്? നമ്മുടെ സിനിമാറ്റിക് സെൻസ് നഷ്ടപ്പെട്ടതാണെന്ന് എനിക്കറിയത്തില്ല. ഗുഡ് ബാഡൊക്കെ ഞാനെടുത്തു കണ്ടു. അജിത്തിന്റെ ഉടായിപ്പ് പടത്തിന് ശേഷം ഞങ്ങൾ അടുത്ത പടത്തിനായി വെയിറ്റിംഗിലാണ്. ഇതുപോലൊരു അപരാധം പിടിച്ച പടം എന്റെ ജീവിതത്തിൽ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ദാരുണം. ഇച്ചിരി ബുദ്ധിമുട്ടി 2 മണിക്കൂർ അല്ലേ? ഉറങ്ങി അവിടെ ഇരുന്ന് എല്ലാരും പറയുന്നത് എന്താ ഇവിടെ നടക്കുന്നത്? വെടി പൊട്ടിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, പാട്ട്. വെടി പൊട്ടിക്കുന്നു, പാട്ട്. ഇടി നടക്കുന്നു, പാട്ട്. ജയിലിനകത്ത് ഡിസ്കോ വിത്ത് പാട്ട്, ഇടി. എങ്ങനെയും ഒന്ന് തീർന്നാ മതി എന്നുള്ള അവസ്ഥ. സെക്കൻഡ് ഹാഫിൽ കുറച്ച് പഴയ പാട്ടുകളൊക്കെ മിക്സ് ചെയ്ത്, അജിത്തിന്റെ ഒക്കെ ഉള്ള പാട്ടുകളൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കി. എന്നാലും അത്ര സുഖിച്ചില്ല അല്ലേ? ടെറിബിൾ എക്സ്പീരിയൻസ്. ഞങ്ങൾ അത് കഴിഞ്ഞ് അടുത്ത ശുഭപ്രതീക്ഷയോടെ ആലപ്പുഴ ജിംഖാന കാണാൻ പോവാം. വെയിറ്റിംഗ് ആണ്. അപ്പം ഞങ്ങള് ഫുഡൊക്കെ അടിച്ചൊരു അടിപൊളി ബുഫേ ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ക്ഷീണിതയുമായി ഇവിടെ ഇരിക്കുകയാണ്. ഇനി 8:30-ക്കാണ് നമുക്ക് പടം. 8:20 അല്ലേ? 8:45. 15 മിനിറ്റ് കൂടെ. ഇനി ഒരു 15 മിനിറ്റ്സ് ഉണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ആലപ്പുഴ ജിംഖാനയ്ക്ക് ഞങ്ങൾക്ക് ഹ്യൂജ് പ്രതീക്ഷയാണുള്ളത്. അത് തകരത്തില്ല എന്ന് എൻ്റെ വിശ്വാസം. പിന്നെ അജിത്തിന്റെ ഒരു ഒറ്റ പടം ഞാൻ വരത്തില്ല. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് മുമ്പ് ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞതാ, അരുത്. ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വെച്ച് മാർക്കാനിയുടെ ഡയറക്ടറൊക്കെ അപ്പം ചൂട് ആ ഒരു മൂഡ് പടമായിരിക്കുന്നു. ഇത് എന്തിനോ വെടി നടക്കുന്നു, എന്തിനോ ഇടി പൊട്ടുന്നു, എന്തോ അജിത്തിനെ അങ്ങ് പൊക്കിപ്പറയലാണ് പടത്തിന്റെ പകുതി. മുക്കാലും മുക്കാലൊന്നല്ല, ആദ്യം മുതൽ അവസാനം വരെ അജിത്തിനെ പൊക്കി പറഞ്ഞ് വെടിയും പൊക്കയൊക്കെയാണ്. അന്ന് ആ പൊക്കി പറയുന്ന എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. ആ എഫക്റ്റ് കാണിക്കുന്നത് കോമഡി ആയി പോവാ. വെരി ബാഡ്. നമ്മുടെ ലൈറ്റ് ഇല്ലാത്തടത്താണെന്ന് തോന്നുന്നു.
ഞങ്ങളൊരു ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് ഗൈസ്. ഞങ്ങൾ കഴിച്ച ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, റെസ്റ്റ് എടുക്കാൻ. ഇവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ട്, അതിലിങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കാണ്. അപ്പൊ അടുത്ത പടം കണ്ട് കാണാം. പീസ് ഔട്ട്. ഹായ് ഗായ്സ്, അപ്പൊ നമ്മള് പടമല്ല 2 പടവും കണ്ടു. നമ്മളിപ്പോ രണ്ടാമത് ആലപ്പുഴ ജിങ്കാന കണ്ടു. കുഴപ്പമില്ല, എന്റർടൈനർ ആണ്, ചുമ്മാ കണ്ടോണ്ടിരിക്കാം, ബോറൊന്നുമല്ല, കുഴപ്പമില്ല, നല്ല പടവാ. ലാസ്റ്റ് ഇച്ചിരി ഒന്ന് ലാഗായോന്നൊരു, കുഴപ്പമില്ല, ബോറൊന്നുമല്ല, നമുക്ക് കാണാം. പിന്നെന്താ, ഇടയ്ക്ക് നമുക്കൊരു മൂടൊക്കെ, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്യാമറ വർക്കായിരുന്നു, ആക്ഷൻ. അതെ, ആക്ഷൻ ക്യാമറ ആയിരുന്നു. പക്ഷെ മിക്കപ്പോഴും ഈ ചില ആക്ഷൻ ക്യാമറയിൽ ചില പടത്തിലൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കാറുള്ളതാ. പക്ഷെ ഇന്ന് ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. മിസ്റ്റർ ഹസ്ബൻഡ് നാളെ ഷിഫ്റ്റ് ഇല്ല, അപ്പൊ നാളെ രാവിലെ എണ്ണിക്കണ്ട, അതുകൊണ്ട് സന്തോഷവാനായി ദേ പൊക്കോണ്ടിരിക്കുക. എനിക്ക് നാളെ വർക്ക് ഫ്രം ഹോം ആണ്, അപ്പോൾ നാളെ പണി കൊണ്ട് എണ്ണിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. നല്ല കുലുക്കമാണ്, റോഡ് ഇത്തിരി മോശമാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇന്ന് നമ്മൾ സക്സസ്ഫുള്ളി നല്ലൊരു ദിവസമായിരുന്നു. 2 സിനിമ, നല്ല ഫുഡ്, സൺ എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? ആദ്യത്തെ സിനിമയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. അത് ആ ഒരു സമയം ഞാൻ ഓർക്കാനേ ഇഷ്ടപ്പെടുന്നില്ല. ആ 2.5 മണിക്കൂർ എനിക്ക് ഓർക്കണ്ട, വെറുത്തുപോയി. അപ്പം ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. ഇനി ചെല്ല, ജസ്റ്റ് കട്ടിലോട്ട് കിടക്കുക, ഉറങ്ങിക്കളയുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Until next time, bye.